ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ എല്ലാവരും സെറ്റല്ലേ? നാളെ ഫെബ്രുവരി 12-ാം തീയതി 2024 പുതിയ കലണ്ടർ വർഷത്തെ ആദ്യ ഹോം മാച്ച് കേരള ബ്ലാസ്റ്റേഴ്സ് കളിക്കുന്നു. ഫെബ്രുവരി 12-ന് കൊച്ചിയിൽ പഞ്ചാബ് FC-ക്കെതിരെ. പുതിയ വർഷത്തെ ആദ്യത്തെ ഹോം മാച്ചാണ്. അടിപൊളിയാക്കണ്ടേ നമുക്ക്. എപ്പോഴത്തെയും പോലെ 12-ാമൻ്റെ കരുത്ത് 2024-ലും കൊച്ചിയിൽ പന്ത് കളിക്കാൻ എത്തുന്ന എതിർ ടീമുകളെ അനുഭവിപ്പിക്കുന്ന ആ അന്തരീക്ഷമാണ് ഫെബ്രുവരി 12-ന് കൊച്ചിയിലും നമ്മൾ സൃഷ്ടിക്കേണ്ടത്. സോ ഒരിക്കൽ കൂടി ഫെബ്രുവരി 12-ന് 2024 ആദ്യ കലണ്ടർ ഇയറിലെ ആദ്യ ഹോം മാച്ച് കേരള ബ്ലാസ്റ്റേഴ്സ് നേരിടുന്നു പഞ്ചാബ് FC-യെ. പോയിന്റ് പട്ടികയിൽ ഇപ്പോൾ 13 മത്സരങ്ങൾ കഴിയുമ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് നമുക്കറിയാം 26 പോയിന്റുമായി 3-ാം സ്ഥാനത്താണ്. പോയിന്റ് പട്ടികയിലെ 1ഉം 2ഉം സ്ഥാനങ്ങൾ നമ്മുടെ കൈ എത്തും ദൂരത്താണ്. അത് ഉറപ്പിക്കാൻ, ഊട്ടിയുറപ്പിക്കാൻ ഈ ഹോം മത്സരത്തിലും വിജയം 3 പോയിന്റ് അനിവാര്യമാണ്. ഒരിക്കൽ കൂടി എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ടു ദ പ്രീ മാച്ച് വീഡിയോ അനാലിസിസ് ഓഫ് കേരള ബ്ലാസ്റ്റേഴ്സ് വേഴ്സസ് പഞ്ചാബ് FC. പഞ്ചാബ് FC-ക്കെതിരെ ആദ്യ പാദത്തിൽ ഡൽഹിയിൽ നമ്മൾ മാച്ച് ഡേ 10-ലാണ് പഞ്ചാബ് FC-ക്കെതിരെ ഡൽഹിയിൽ എവേ മാച്ച് കളിച്ചത്. ഏകപക്ഷീയമായ ഒരൊറ്റ ഗോളിന് അന്ന് വിജയം, 3 പോയിന്റും നമ്മൾ നേടിയിരുന്നു. ആ മത്സരത്തിൻ്റെ 51-ാം മിനിറ്റിൽ ഐമനെ വീഴ്ത്തിയതിന് കിട്ടിയ പെനാൾട്ടി സ്കോർ ചെയ്തുകൊണ്ട് നമ്മുടെ പ്രിയങ്കരനായ സ്ട്രൈക്കർ ദിമിത്രിയോസ് ഡയമന്തക്കോസ് ആണ് അന്ന് ആ മാച്ചിലെ പഞ്ചാബിനെതിരായ എവേ മാച്ചിലെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മാച്ച് വിന്നിംഗ് ഗോൾ നേടിയത്. ആ പ്രകടനം വീണ്ടും ഒരിക്കൽ കൂടി ദിമിത്രിയോസും സംഘവും കൊച്ചിയിൽ ആവർത്തിക്കുമെന്ന് പ്രതീക്ഷിക്കാം. കൊച്ചി നമുക്കറിയാം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഒരിക്കലും ഇളകാത്ത കോട്ടയാണ്, ഒരിക്കലും ഇളകാത്ത ഫോർട്രസ് ആണെന്ന് നമുക്കറിയാം. ഈ സീസൺ പ്രത്യേകിച്ച് കേരള ബ്ലാസ്റ്റേഴ്സ് ഇതേവരെ ഈ സീസണിൽ കൊച്ചിയിൽ ഇതേവരെ കളിച്ചിരിക്കുന്നത് 7 ഹോം മത്സരങ്ങളാണ്. വി ആർ അൺബീറ്റൺ സ്റ്റിൽ. 7ലും തോൽവി അറിയാതെയാണ് കൊച്ചിയിലെ ഹോം മത്സരങ്ങൾ ഓരോന്നായി കേരള ബ്ലാസ്റ്റേഴ്സ് പൂർത്തിയാക്കിയിരിക്കുന്നത്. 7 ഹോം മത്സരങ്ങൾ, 5 വിജയം, 2 സമനില, അൺബീറ്റൺ. സോ കൊച്ചി എന്ന ഹോം മൈതാനത്തിന്റെ ആരാധകരുടെ, സപ്പോർട്ടേഴ്സിന്റെ 12th മാന്റെ കരുത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് വീണ്ടും ഒരു മികച്ച ഹോം റിസൾട്ട് നേടിയെടുക്കും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. സീസണിലെ 8ാമത്തെ ഹോം മത്സരത്തിലും അൺബീറ്റൺ സ്ട്രീക്ക് നിലനിർത്താൻ കേരള ബ്ലാസ്റ്റേഴ്സിന് കഴിയട്ടെ എന്ന് നമുക്ക് ആശിക്കാം, പ്രാർത്ഥിക്കാം. കേരള ബ്ലാസ്റ്റേഴ്സ് ഈ സീസണിൽ ഇതേവരെ നേടിയിരിക്കുന്ന 26 പോയിന്റിൽ 17 പോയിന്റും കൊച്ചിയിൽ നിന്നാണ്. കൊച്ചിയിലെ ഹോം ഗ്രൗണ്ടിൽ നിന്ന് നേടിയ പോയിന്റുകളാണ്. സോ അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം എത്രമേൽ പ്രധാനപ്പെട്ടതാണ് കേരള ബ്ലാസ്റ്റേഴ്സിന് കൊച്ചിയിലെ ഓരോ ഹോം മത്സരങ്ങളും. സോ യെറ്റ് അനദർ ഹോം മാച്ച്. അതേപോലെ കൊച്ചിയിലെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഈ സീസണിലെ ഗോൾ സ്കോറിംഗ് കണക്കുകൾ നോക്കിയാൽ 12 ഗോളുകൾ സ്കോർ ചെയ്തു, 6 എണ്ണം മാത്രമാണ് ഹോം മാച്ചിൽ വി കൺസീഡഡ്. സോ +6ന്റെ അഡ്വാൻറ്റേജ് ഇൻ ഹോം മാച്ചസ് കേരള ബ്ലാസ്റ്റേഴ്സ് നിലനിർത്തുന്നു ഇൻ ഗോൾ ഡിഫറൻസ്. സോ എല്ലാം കൊണ്ടും ഹോം ഗ്രൗണ്ടിൽ കൊച്ചിയിൽ കീഴടക്കാനാവാത്ത കരുത്തരായ ശക്തികളാണ് കേരള ബ്ലാസ്റ്റേഴ്സ് എന്നതിൽ തർക്കമില്ല. ഓഫ് കോഴ്സ് പോയിന്റ് പട്ടികയിൽ നമ്മളിപ്പോൾ 3-ാം സ്ഥാനത്താണ്. നേരിടുന്നത് പോയിന്റ് പട്ടികയിൽ നിലവിൽ 11-ാം സ്ഥാനത്ത് നിൽക്കുന്ന പഞ്ചാബിനെയാണ്. അവിടെയും കടലാസിലായാലും കളിക്കളത്തിൽ ബിഫോർ ദ ഗെയിം കേരള ബ്ലാസ്റ്റേഴ്സിന് തന്നെയാണ് കണക്കുകളുടെ ആനുകൂല്യവും മുൻതൂക്കവും. പക്ഷെ ഇതെല്ലാം ഫെബ്രുവരി 12-ന്റെ അറ്റ് ദ എൻഡ് ഓഫ് ദ ഗെയിം ഇതെല്ലാം ഒരു പോസിറ്റീവ് റിസൾട്ടിലേക്ക് വരണമെന്നാണ് നമ്മൾ ഓരോരുത്തരും ആഗ്രഹിക്കുന്നത്. പഞ്ചാബിനെതിരായ ഹോം മത്സരത്തിന് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സാധ്യത 11 എങ്ങനെയായിരിക്കും? നമുക്കത് ഒന്ന് പരിശോധിക്കാം. പരിക്കുകൾ മാറി പല താരങ്ങളും മത്സര സജ്ജരായി കളിക്കാൻ റെഡിയായി നിൽക്കുന്നു. സസ്പെൻഷൻ മൂലം പുറത്തുപോയിരുന്ന താരങ്ങൾ ആ സസ്പെൻഷൻ കാലാവധി കഴിഞ്ഞ് മടങ്ങി വരുന്നു. ഫുൾ സെറ്റാണ് കേരള ബ്ലാസ്റ്റേഴ്സ് FC ഇൻ ദ ക്യാമ്പ്. ടീമിന്റെ ക്യാമ്പിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന ഏറ്റവും ലേറ്റസ്റ്റ് വിവരങ്ങൾ അനുസരിച്ച് ഫുൾ സെറ്റാണ് ടീം, വിതൗട്ട് എനി ഇഞ്ചുറി പ്രോബ്ലംസ്. സോ ഇഞ്ചുറിയുടെ കാര്യം പറയുകയാണെങ്കിൽ സമീപകാലത്ത് ഇഞ്ചുറിയുടെ പിടിയിലായി പോയ മിഡ്ഫീൽഡേഴ്സ് വിപിൻ മോഹനൻ ഇഞ്ചുറി മാറി ഫുൾ സെറ്റാണ്. വിപിന്റെ പരിക്ക് ഭേദമായി, റിക്കവറി കഴിഞ്ഞു ആൻഡ് വിപിൻ ഈസ് റെഡി ടു കം ബാക്ക്. അതേപോലെ ജീക്സൺ സിംഗ് കഴിഞ്ഞ കളി ഒഡീഷയ്ക്കെതിരായ എവേ മാച്ചിൽ അദ്ദേഹം സൈഡ് ബെഞ്ചിൽ അവൈലബിൾ ആയിരുന്നു. 4 മാസത്തെ ഇടവേള കഴിഞ്ഞ്
ജീക്സൺ വീണ്ടും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സ്റ്റാർട്ടിംഗ് ലൈനപ്പിൽ സെൻട്രൽ മിഡ്ഫീൽഡറായി വിപിൻ മോഹനൊപ്പം കളിക്കുമെന്ന് തന്നെയാണ് എല്ലാവരുടെയും പ്രതീക്ഷ. അതിനനുകൂലമായ റിപ്പോർട്ടുകളാണ് നമുക്ക് ലഭിക്കുന്നത്. സോ പഞ്ചാബിനെതിരായ ഹോം മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സ്റ്റാർട്ടിംഗ് 11 മിഡ്ഫീൽഡ് ആണ് ആകെ അഴിച്ച് പണിയാൻ പോകുന്നത്. വിപിൻ തിരിച്ചു വരുന്നു. ജീക്സൺ വരാനുള്ള 99% സാധ്യതകൾ നിലനിൽക്കുന്നു. ഒപ്പം കഴിഞ്ഞ കളി യെല്ലോ കാർഡിന്റെ സസ്പെൻഷൻ മൂലം പുറത്തിരിക്കേണ്ടി വന്ന രാഹുൽ കെ പി, ഇന്ത്യൻ ഇന്റർനാഷണൽ രാഹുൽ കെ പി സസ്പെൻഷൻ കഴിഞ്ഞ് മിഡ്ഫീൽഡിലേക്ക് റൈറ്റ് വിംഗർ സ്ഥാനത്തേക്ക് രാഹുലും തിരിച്ചു വരുമ്പോൾ ഓഫ്കോഴ്സ് വിപിനും രാഹുലും ജീക്സണും ഫസ്റ്റ് 11 കളിക്കുമെന്ന് പ്രതീക്ഷിക്കാം. സോ സ്വാഭാവികമായിട്ടും മിഡ്ഫീൽഡിൽ അങ്ങനെയാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ബെഞ്ച് സ്ട്രെങ്ത് നിങ്ങളൊന്ന് നോക്കുക. ഐമൻ, അസർ, ഡാനിഷ് ഫാറൂഖ്, ഡെയ്സുകെ സക്കായ്, മോർ ആൻഡ് മോർ ഓപ്ഷൻസ് വിത്ത് ഇവാൻ വൂക്കമനോവിച്ച്. ഗ്രേറ്റ് ഓപ്ഷൻസ് ആണ്. മിഡ്ഫീൽഡിൽ എങ്ങനെ വേണമെങ്കിലും തന്റെ ടീമിനെ ഫസ്റ്റ് 11 ചൂസ് ചെയ്യാനുള്ള ഒരു ഒരു വലിയ വലിയ സമ്പന്നമായ ഓപ്ഷൻസ് ആണ് കോച്ച് ഇവാൻ വൂക്കമനോവിച്ചിന് മുന്നിലുള്ളത്. സ്പെഷ്യലി ബിഫോർ ദിസ് ഗെയിം അഗെയിൻസ്റ്റ് പഞ്ചാബ് FC. മുന്നേറ്റത്തിൽ ദിമിത്രിയോസ് ഡയമന്തക്കോസിന്റെ ഒപ്പം ആര് കളിക്കും എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. 2024 കൊച്ചിയിലെ ആദ്യ ഹോം മത്സരമാണ്. അതുകൊണ്ട് തന്നെ വൈബ്, നമ്മുടെ ഒരു പൊളി വൈബ് തിരിച്ചു വരുന്ന ഒരു ദിവസം കൂടിയാണ് ഫെബ്രുവരി 12. അതുകൊണ്ട് തന്നെ കാണികളും ആരാധകരും ആഗ്രഹിക്കുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ സൈനിങ് ലിത്വേനിയൻ ക്യാപ്റ്റൻ ഫെദോർ ചിർണി ആദ്യ 11 സ്ട്രൈക്കറായി കളിക്കുമോ ഇല്ലയോ, അല്ലെ കളിക്കണമെന്നാണ് ആരാധകർ ആഗ്രഹിക്കുന്നത്. അതിനനുസരിച്ച് തന്നെയായിരിക്കും കോച്ചിന്റെ തീരുമാനം വരാൻ സാധ്യത എന്നാണ് ഇപ്പോൾ കിട്ടുന്ന വിവരങ്ങൾ. ദിമിത്രിയോസ് ഡയമന്തക്കോസും ഫെദോർ ചിർണിയും ഒരുമിച്ച് പഞ്ചാബിനെതിരെ കൊച്ചിയിൽ ആദ്യ 11 കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അറ്റാക്കിങ്ങിൽ കളിക്കുന്ന ആ നിമിഷം അതൊരു അടിപൊളി സെറ്റപ്പ് തന്നെയായിരിക്കും, അടിപൊളി കോംബോ തന്നെയായിരിക്കും. വി ആർ വെയിറ്റിംഗ് ഫോർ ദാറ്റ്. പുതിയതായിട്ട് ടീമിലേക്ക് വന്ന ഫെദോർ ഉൾപ്പെടെ, ഫെദോർ ഇപ്പൊ ജസ്റ്റിൻ ഇമ്മാനുവൽ, അവർക്കൊക്കെ വീണ്ടും ഒരാഴ്ച കൂടി കൊച്ചിയിൽ ടീമിന്റെ ഒപ്പം ഒന്ന് പ്രാക്ടീസ് കൂടുതൽ ചെയ്ത് സെറ്റ് ആവാനുള്ള സമയം കിട്ടിക്കഴിഞ്ഞ സാഹചര്യത്തിൽ ഫ്രണ്ട് ലൈനിൽ അറ്റാക്കിങ്ങിലും ഒരു പുതിയ കോമ്പിനേഷൻ കോച്ച് ഇവാൻ പരീക്ഷിക്കുമെന്ന കാര്യം ഉറപ്പാണ്. ബാക്ക് ലൈൻ കേരള ബ്ലാസ്റ്റേഴ്സിന് സെറ്റാണ്, അങ്ങോട്ട് തിരിഞ്ഞു നോക്കേണ്ട കാര്യമില്ല. പ്രീതം കോട്ടാൽ, ലെസ്കോ, മിലോസ് ആൻഡ് നവോച്ച അവരുടെ സ്ഥാനം നിലനിർത്തും. ഓഫ് കോഴ്സ് ഗോൾ പോസ്റ്റിൽ സച്ചിൻ സുരേഷ് തന്റെ സ്ഥാനം കീപ്പ് ചെയ്യും. സോ ഇതായിരിക്കും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സാധ്യത 11 എഗെയിൻസ്റ്റ് പഞ്ചാബ് FC. പഞ്ചാബിന്റെ 11 സാധ്യതകൾ നോക്കിയാൽ നമുക്കറിയാം ISL തന്നെ ഏറ്റവും മിടുക്കരായ 3 ഫോറിൻ സ്ട്രൈക്കേഴ്സ് അല്ലെങ്കിൽ 3 ഫോറിൻ അറ്റാക്കേഴ്സ്, ലുക്കമായൻ, വിൽമർ ജോർഡൻ ഗിൽ, അതേപോലെ മാദി തലാൽ, ഇവർ 3 പേരുമാണ് കഴിഞ്ഞ കളിയിൽ ബംഗളൂരുവിനെതിരെ കോച്ച് സ്റ്റെയ്ക്കോസ് വെർഗട്ടിസ് ഇവരെ 3 പേരെയുമാണ് 4-3-3 ആണ് പഞ്ചാബ് കളിച്ചത്. ഇവരെ 3 പേരെയുമാണ് അറ്റാക്കിങ്ങിൽ കളിപ്പിച്ചത്. അതിന്റെ ഫുൾ പോസിറ്റീവ് റിസൾട്ട് അദ്ദേഹത്തിന് കിട്ടുകയും ചെയ്തു. ഏറ്റവും ഒടുവിൽ പഞ്ചാബ് കളിച്ച മത്സരം ബംഗളൂരു FCക്കെതിരെ അവരുടെ ഹോം ഗ്രൗണ്ടായ ഡൽഹിയിലായിരുന്നു. ആ മത്സരത്തിൽ 1-3 ഗോളുകൾക്ക് ബംഗളൂരുവിനെ പരാജയപ്പെടുത്താൻ പഞ്ചാബിനെ സഹായിച്ചത് ഈ 3 പേരുടെയും ഗോളുകളായിരുന്നു. ലുക്ക, മാദി തലാൽ ആൻഡ് വിൽമർ. സോ അവർ 3 പേരും, പക്ഷെ വിൽമർ ആ മത്സരത്തിന്റെ സെക്കൻഡ് ഹാഫിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യപ്പെട്ടു, പരിക്ക് പറ്റി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യപ്പെട്ടതാണ്. അതുകൊണ്ട് വിൽമറിന്റെ കൊച്ചിയിൽ ബ്ലാസ്റ്റേഴ്സിനെതിരെ വിൽമർ കളിക്കുമോ എന്ന കാര്യം ഇപ്പോഴും പഞ്ചാബ് ഉറപ്പിച്ച് പറയുന്നില്ല. ഇനി വിൽമർ കളിച്ചില്ലെങ്കിൽ തന്നെ അതിനേക്കാൾ മികച്ചൊരു ഓപ്ഷൻ ഒരു ക്രിയേറ്റീവ് മിഡ്ഫീൽഡർ യുവാൻ മെറ പരിക്ക് മാറി മത്സര സജ്ജനാണ് എന്നതും പഞ്ചാബിന്റെ അനുകൂല ഘടകമാണ്. ഒരുപാട് മികച്ച നല്ല ബഞ്ച് ഓഫ് ഇന്ത്യൻ യങ് പ്ലേയേഴ്സും പഞ്ചാബിനുണ്ട്. ലൈക്ക് നിഖിൽ പ്രഭു, ഖുമിന്താങ് ലുങ്ഡിം, അഭിഷേക് സിംഗ്, ആശിഷ് പ്രധാൻ, സുരേഷ് മീട്ടൈ തുടങ്ങിയ മികച്ച കുറെ ഇന്ത്യൻ താരങ്ങളും പഞ്ചാബിന്റെ മുതൽക്കൂട്ടാണ്. അതുകൊണ്ട് പഞ്ചാബിനെ 11ാം സ്ഥാനത്ത് നിൽക്കുന്ന ടീമെന്ന് കരുതി ആദ്യ പാദത്തിൽ 1-0 തോൽപ്പിച്ചു എന്ന് കരുതി പഞ്ചാബിനെ എഴുതി തള്ളരുത് എന്നുള്ള ഒരു പോയിന്റ് കൂടി ഇവിടെ പങ്കുവെക്കുകയാണ്. ബിക്കോസ് ഉഗ്രൻ ഒരു ചാലഞ്ച് കേരള ബ്ലാസ്റ്റേഴ്സിന് പഞ്ചാബ് കൊടുക്കാൻ സാധ്യതയുണ്ട്. തീർച്ചയായും അതെല്ലാം കണക്ക് കൂട്ടി തന്നെയായിരിക്കും ഈ ഹോം മാച്ചിന് കേരള ബ്ലാസ്റ്റേഴ്സും ഇറങ്ങുന്നത്. പഞ്ചാബിനെ നിസ്സാരക്കാരായി കാണാതെ അർഹിക്കുന്ന ബഹുമാനം കൊടുത്തുകൊണ്ട് തന്നെ ഒരു നല്ല വെല്ലുവിളി പഞ്ചാബ് ഉയർത്തും എന്നുള്ള ഒരു കരുതലിൽ തന്നെയായിരിക്കും കേരള ബ്ലാസ്റ്റേഴ്സും ഈ ഹോം മത്സരത്തിന് ഇറങ്ങുക എന്ന് നമുക്ക് ഉറപ്പിക്കാം. സോ ദാറ്റ്സ് ഇറ്റ്. കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ISLന്റെ 10ാം സീസണിലെ ആദ്യത്തെ ലീഗ് ഡബിൾ ഒരു ടീമിനെതിരെ എവേയും ഹോമും ഉൾപ്പെടെ ജയിച്ചുകൊണ്ട് ലീഗ് ഡബിൾ പൂർത്തിയാക്കാൻ
കേരള ബ്ലാസ്റ്റേഴ്സിന് കിട്ടിയിരിക്കുന്ന സുവർണാവസരമാണ് പഞ്ചാബിനെതിരെ ഫെബ്രുവരി 12 നടക്കുന്ന ഹോം മത്സരം. എവയെ നമ്മൾ ജയിച്ചു, കൊച്ചിയിലും കൂടെ ജയിച്ചാൽ വി വിൽ ഹാവ് ദ ഫസ്റ്റ് ലീഗ് ഡബിൾ ഓഫ് ദ സീസൺ. സോ സീസണിലെ ആദ്യ ലീഗ് ഡബിൾ കേരള ബ്ലാസ്റ്റേഴ്സ് പൂർത്തിയാക്കും, നേടും എന്നുള്ള വിശ്വാസത്തിൽ തന്നെ നമുക്ക് ഈ മത്സരത്തിന് വേണ്ടി കാത്തിരിക്കാം, ഈ മത്സരത്തെ വരവേൽക്കാം. ഓഫ് കോഴ്സ് ടെലിവിഷനിൽ തത്സമയം നിങ്ങൾക്ക് കാണാം. ജിയോ സിനിമയിലും സൂര്യ മൂവീസിലും ഫെബ്രുവരി 12 വൈകിട്ട് 7:15 മുതൽ കേരള ബ്ലാസ്റ്റേഴ്സ് വേഴ്സസ് പഞ്ചാബ് FC മത്സരത്തിന്റെ തത്സമയ സംപ്രേക്ഷണം ആരംഭിക്കും. കമന്ററി ബോക്സിൽ ഞാനും ഉണ്ടാകും. നമുക്ക് എല്ലാവർക്കും ചേർന്ന് പഞ്ചാബിനെതിരായ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഹോം മാച്ച് ഒരു ബല്ലെ 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 പാടി അടിപൊളിയാക്കണം. സോ എല്ലാവരും ടീമിനെ സപ്പോർട്ട് ചെയ്യുക. ഹോം മാച്ചാണ്, ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ 2024 ആദ്യ ഹോം മാച്ചിന്റെ ആ ഹോം വൈബ് തിരിച്ചു കൊണ്ടുവരേണ്ട ദിവസമാണ്. അതെല്ലാം സെറ്റാവും. നിങ്ങൾ എല്ലാവരും സ്റ്റേഡിയത്തിൽ പോകാൻ സാധിക്കാത്തവർ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലും ഇനി ഔട്ട് ഓഫ് ഇന്ത്യ ഉള്ള ആളുകളുമെല്ലാം ടെലിവിഷനിലും തത്സമയം കേരള ബ്ലാസ്റ്റേഴ്സിന് പിന്തുണയുമായി പ്രാർത്ഥനയുമായി ഒപ്പമുണ്ടാകണം എന്നൊരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തട്ടെ. This is Shaiju Damodaran signing off with lots of love and respect.